ഇന്ന് മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിലെ ജയ്പൂരിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായി. പ്രതാപ് നഗറിലെ AG ചർച്ചിന് നേരെയാണ് ആക്രമണം നടന്നത്. പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് മർദ്ദനമേറ്റെന്ന വാർത്ത പാസ്റ്ററിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു. FIRന്റെ പകർപ്പ് 24-ന് ഫസ്റ്റ് ഓൺ 24. खींच के मारा क्रिस्टो की आंख में लगी, हम लोग चुड़ा रहे हैं लड़कियों को, में हाथ लगा रहे हैं। इतनी मोटी लाट थी उस आदमी के पास, पीछे छुपा के लेके आया है ऐसे ऐसे सबके सामने। मनीषा को मारा, इसको मारा है, फिर सोनू भाभी को मारा है, सोनू सबको, रेखा मेरा को सबको 60 घंटा से वो पूछा ही नहीं है ये क्या चल रहा है, इसे बोल के फादर को कॉलर पकड़ लिया. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, എന്താണ് ഉണ്ടായത് ശരിക്കും? SK, ഇന്നലെയാണ് ഈ മർദ്ദനം ഉണ്ടാവുന്നത്. രാജസ്ഥാനിലെ ക്രിസ്ത്യൻ ചർച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജയ്പൂരിലെ പ്രതാപ് നഗറിലെ AG ചർച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കൊക്കെയായി എത്തിയ ആളുകളായിരുന്നു, ഗർഭിണികളടക്കമുള്ളവരുണ്ട്. ഇവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുഖത്തടിച്ചു, വടികൊണ്ട് മർദ്ദിച്ചു, ഒപ്പം ഈ മർദ്ദനത്തിൽ കണ്ണിൽ പരിക്കേറ്റിട്ടുണ്ട്, ഒരു ഗർഭിണിയടക്കമാണ് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നു. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഈ മർദ്ദനം നടന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്നാണ് ഈ മർദ്ദനമേറ്റവർ പറയുന്നത്. ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് മർദ്ദനമേറ്റിട്ടുണ്ട്. അദ്ദേഹം പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഈ മർദ്ദനം ഉണ്ടായപ്പോൾ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും ഒപ്പം ഒരു 15 മിനിറ്റിനുള്ളിൽ പോലീസ് അവിടെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവൻ തിരികെ കിട്ടിയതെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ പാസ്റ്ററുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവരം അറിയിച്ച ഉടൻ തന്നെ പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഈ വിശ്വാസികളുടെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ അവർ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ തുടരെ മർദ്ദനം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവരുടെ മുഖത്തും ഒപ്പം തന്നെ കണ്ണിനുമൊക്കെ ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുട്ടികളടക്കമുള്ളവർക്കാണ് ഈ മർദ്ദനമേറ്റിരിക്കുന്നത്. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തങ്ങളെ മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ അവർ പറയുന്നത്. ഈ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. SK. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ജയ്പൂരിൽ നിന്ന് പാസ്റ്റർ അനു കൂടി നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. അനു, ഗുഡ് മോർണിംഗ്. ശരിക്കും സങ്കടകരമായ ഒരു സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സാർ, ഇന്നലെ രാവിലെ 9 മുതൽ 1 മണിക്കൂർ എടുക്കുന്നുള്ളായിരുന്നു സഭ. ഈ പ്രശ്നം കാരണം നേരത്തെ അവർ താക്കീത് കൊടുത്ത കാരണം 1 മണിക്കൂർ ആരാധന എടുക്കുന്നുള്ളായിരുന്നു. ഈ ആരാധനയുടെ സമയത്ത് ഒരു 30 തൊട്ട് 40 പേര് ഇവരുടെ ഹോളിൽ കയറി ഹോൾ അടച്ചിട്ട് പാസ്റ്ററിനെ തല്ലിയപ്പം പാസ്റ്ററിന്റെ മോൻ ഇടയ്ക്ക് കയറിയ പാസ്റ്റർ മോനെയും പിന്നെ പാസ്റ്ററിനെ ഒത്തിരി തല്ലി. വിശ്വാസികളെ, അവിടെ ഉള്ള വിശ്വാസികളെ, ലേഡീസിനെ, പിള്ളേരെ, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ വയറ്റിട്ട് തൊഴിച്ച് ഒത്തിരി പേര് അടിച്ച് 15 മിനിറ്റ് സമയമെടുത്ത് അവർ അടിച്ച് 15 മിനിറ്റിനുള്ളിൽ പോലീസ് വന്ന കാരണം രക്ഷപ്പെട്ട, അല്ലെ അവര് വലിയ മർദ്ദനം ഏറ്റേനെ. പിന്നെ അവര് പോയി കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് പോലീസ് അടിച്ചവരെ പറഞ്ഞു വിട്ട് പിന്നെ ഇവിടെ ചർച്ചിലുള്ള ആൾക്കാരെ എല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ FIR ഒക്കെ എഴുതി വന്ന ഒരു 6:30 ആയപ്പോൾ ആ FIRന്റെ കോപ്പി കൈ കിട്ടിയത്. അപ്പൊ അങ്ങനെ വലിയൊരു മർദ്ദനത്തിന്റെ ഇരയായി പാസ്റ്റർ ബോവാസ് ഡാനിയൽ. ഓക്കെ പാസ്റ്റർ, എന്തായാലും ജയ്പൂരിൽ നിന്ന് വന്ന വിവരം നമുക്ക് സുഖകരമുള്ള കാര്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.